എൻ്റെ ആദ്യ വിദേശയാത്ര നേപ്പാളിലേക്കായിരുന്നു. നിങ്ങളിൽ പലർക്കും അതറിയാം. 27 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതം തന്നെ ആകെ മാറ്റിമറിച്ച ഒരു യാത്രയായിരുന്നു അത്. ആ യാത്രയിൽ നേപ്പാളിൻ്റെ ആകാശത്തിലൂടെ പൊക്രയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് നടത്തിയ ഒരു വിമാനയാത്രയിൽ വെച്ചാണ് ഞാൻ രത്തൻ ലാമിച്ചാനയെ പരിചയപ്പെടുന്നത്. ആ വിമാനത്തിൻ്റെ പൈലറ്റ് ക്യാപ്റ്റൻ രത്തൻ ലാമിച്ചാന. സഞ്ചാരം എന്നൊരാശയം അദ്ദേഹത്തോട് പറയുമ്പോൾ ഇതൊരു വലിയ വിജയമാകുമെന്നും നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനും എന്നെ ആദ്യം ഉപദേശിച്ചത് ആ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം എൻ്റെ സഞ്ചാരം എന്ന ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയത്. അത് പിന്നീട് ഒരു സഫാരി ചാനലായി മാറി. 27 വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കിനി ഒന്നുകൂടി നേപ്പാളിലേക്ക് പോകണമെന്ന് തോന്നുകയാണ്. ആ പഴയ ഓർമ്മകളിലൂടെ ഒരു സഞ്ചാരം കൂടി. നേപ്പാളിൻ്റെ ചരിത്ര സ്ഥലങ്ങളിലൂടെ, ഹിമാലയത്തിന് മുകളിലൂടെ, പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൂടെയൊക്കെ ഒരു യാത്ര കൂടെ നടത്തണം. ആ യാത്ര പോകുമ്പോൾ നിങ്ങൾ പ്രേക്ഷകരും എൻ്റെ ഒപ്പം ഉണ്ടായാൽ നന്ന് എന്നെനിക്ക് തോന്നുന്നു. പ്രേക്ഷകരിൽ കുറച്ചു പേരെയെങ്കിലും എൻ്റെ ആ യാത്രയുടെ ഭാഗമാക്കാൻ, ആ ചരിത്ര യാത്രയുടെ ഭാഗമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. നേപ്പാളിലെ ചരിത്ര സ്ഥലങ്ങളായ ഭക്തപൂര്, പട്ടാൻ, ദർബാർ സ്ക്വയർ ഇങ്ങനെയൊക്കെയുള്ള യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിലൂടെ, ലോകത്തൊരിടത്തും കാണാൻ കഴിയാത്ത ചരിത്ര നഗരങ്ങളിലൂടെ, പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൂടെ, ആത്മീയതയുടെ കേന്ദ്രങ്ങളിലൂടെ, ബുദ്ധസ്തൂപങ്ങളിലൂടെ, ബുദ്ധവിഹാരങ്ങളിലൂടെ അവിസ്മരണീയമായൊരു സഞ്ചാരമായിരിക്കും അത്. പൂർണ്ണമായും വിമാനയാത്രയായിരിക്കും. കൊച്ചിയിൽ നിന്ന് ഡൽഹി വഴി കാഠ്മണ്ഡുവിലേക്ക്, കാഠ്മണ്ഡുവിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ പൊഖ്രയിലേക്കും വിമാനത്തിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഒരു പ്രീമിയം യാത്ര. നിങ്ങൾക്കും എന്നോടൊപ്പം ഈ യാത്രയിൽ പങ്കാളിയാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ നേപ്പാൾ ടൂർ എന്ന് വാട്സപ്പ് സന്ദേശമോ SMS സന്ദേശമോ അയയ്ക്കുക. ടൂറിൻ്റെ ചെലവുകളും മറ്റു വിശദാംശങ്ങളും അറിയിച്ചുകൊണ്ട് ഓഫീസിൽ നിന്ന് ഉടൻ തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് നേപ്പാളിലേക്ക് വീണ്ടും ഒരു യാത്ര നടത്താം. രാവിലെ ഫോൺ ബെല്ലടിക്കുന്ന കേട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. ഇതെവിടാ സ്ഥലമെന്ന് എനിക്ക് കുറച്ച് നേരത്തേക്ക് ഓർമ്മ കിട്ടിയില്ല. ഞാനിപ്പോൾ അരൂഷയിലാണ്, ടാൻസാനിയയിലെ അരൂഷയിൽ. അവിടുത്തെ നാട്രോൺ പാലസ് എന്ന് പറയുന്ന ഹോട്ടലിലെ ഗംഭീരമായൊരു മുറിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ഈ അതിരാവിലെ ആരാണ് വിളിച്ചേൽപ്പിക്കുന്നത് എന്നെനിക്ക് സംശയമായി. ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചു. അപ്പോൾ റിസപ്ഷനിൽ നിന്നാണ്, ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ നിന്ന് അവർ പറയുന്നത് ഒരു ഇമ്മാനുവൽ വന്നിട്ടുണ്ട് ഇവിടെ, കിളിമഞ്ചാരോ പർവ്വതം കാണാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാണ് അയാൾ വന്നിരിക്കുന്നത്. കാറുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഇമ്മാനുവലാണ് നമ്മളെ ആദ്യ ദിവസം അരൂഷ എയർപോർട്ടിൽ നിന്ന് ഈ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹത്തോട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ 2 ദിവസത്തേക്ക് ഗൊരങ്കൊരയിലേക്കും ലേക്ക് മഞ്ഞാറയിലേക്കും ഒക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ കിളിമഞ്ചാരയ്ക്ക് പോകണം, അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. ഇമ്മാനുവൽ അന്നത് സമ്മതിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ 6 മണിയാകുമ്പോൾ എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ 6 മണിയായിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചു റെഡിയായി എമ്മാനുവലിൻ്റെ കാർ കയറി. അപ്പോൾ എമ്മാനുവൽ പറഞ്ഞു, വൈകിപ്പോയി, 6 മണിയെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞു സാരമില്ല, നമുക്ക് ഓട്ടത്തിൽ മാനേജ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കിളിമഞ്ചാരോ പർവ്വതം കാണാൻ പോവുകയാണ്. കിളിമഞ്ചാരോ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു മഞ്ഞ് മൂടിയ, മഞ്ഞിൻ്റെ തലപ്പാവ് വെച്ച ഒരു വമ്പൻ കൊടുമുടിയാണ്. ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. കിളിമഞ്ചാരോയുടെ ചുവട്ടിൽ ചെന്ന് അവിടെ നിന്ന് കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്ത്, കിളിമഞ്ചാരോയുടെ വിഷ്വൽസ് എടുത്ത് തിരിച്ച് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിടണം. വിമാനം ഏറ്റിട്ടുണ്ട്. എനിക്ക് 3:50 അരൂഷയിൽ നിന്ന് ദാറുസലാം എന്ന് പറയുന്ന ടാൻസാനിയയുടെ പ്രധാന പട്ടണത്തിലേക്ക് ഫ്ലൈറ്റ്. അവിടെ ഇന്ന് രാത്രി എനിക്ക് എത്തണം. ഇന്ന് വൈകിട്ടോടുകൂടി ദാറുസലാമിൽ എത്തണം. അവിടെ ഒരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇന്ന് രാത്രി താമസം. രാവിലെ ആണെങ്കിൽ കൂടി നഗരം പിന്നിട്ട് ഉടനെ തന്നെ ട്രാഫിക് ജാം ആരംഭിച്ചു. ട്രാഫിക് ജാം ഉണ്ടാകാനുള്ളൊരു കാരണം അവിടെ ഹൈവേയുടെ പണി നടക്കുക. അപ്പോൾ ഒരു ലൈൻ ട്രാഫിക്ക് അനുവദിക്കുന്നുള്ളൂ. അപ്പോഴേ എനിക്ക് ടെൻഷനായി, നമ്മുടെ കണക്കൂട്ടലെല്ലാം തെറ്റുമോ. ഞാൻ ഇമ്മാനുവലിനോട് ചോദിക്കുന്നുണ്ട്, ഇമ്മാനുവൽ പ്രശ്നമാകുമോ, നമ്മളങ്ങ് കിളിമഞ്ചാരോയുടെ ചുവട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് കിട്ടുമോ. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ഫ്ലൈറ്റ് എപ്പോഴാണ്? ഞാൻ വീണ്ടും പറഞ്ഞു 3:50. ഓക്കെ 3:50, ഓ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എയർപോർട്ടിൽ നിങ്ങളെ വിട്ടാൽ പോരെ? ഞാൻ പറഞ്ഞു മതി, എയർപോർട്ട് വിട്ടാൽ മതി. എത്ര സമയം മുമ്പ് എത്തണം? ഞാൻ പറഞ്ഞു 3:50 എനിക്കൊരു 2:50 അവിടെ എത്തിക്കണം. എന്നെ 1 മണിക്കൂർ മുമ്പ് മതി. ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്, കഴിഞ്ഞ ദിവസത്തെ പോലെ ചെറിയ ഫ്ലൈറ്റുകളാണല്ലോ, അധികം ആ പാസഞ്ചേഴ്സ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്ത് കയറാം. ശരി, ഇമ്മാനുവൽ ഏറ്റു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പല പട്ടണങ്ങൾ പിന്നിട്ട്, പല ഗ്രാമങ്ങൾ പിന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്.
ചിലയിടത്ത് ചില ചന്തകൾ രാവിലെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഈ ചന്തകളുടെ സമീപത്തെല്ലാം ധാരാളം ആളുകൾ കൂടിയിരിക്കുന്നു. ആഫ്രിക്കയിലൊക്കെ ഇപ്പോഴും നാട്ടുചന്തകളൊക്കെ ഭയങ്കര സജീവമാണ്. ഇവരുടെ പച്ചക്കറികൾ, ഉൽപ്പന്നങ്ങൾ, വീടുകളിലുണ്ടാക്കുന്ന പലതരം പാലുൽപ്പന്നങ്ങൾ, എന്തിനേറെ ഇവരുടെ നാടൻ മദ്യം വരെ ഇത്തരം ചന്തകളിൽ കിട്ടും. അതുമാത്രമല്ല, ഇവരുടെ ദൈനംദിന ആവശ്യത്തിലുള്ള സർവ്വ സാധനവും ആളുകൾ വാങ്ങുന്നത് ഇപ്പോഴും ഇത്തരത്തിലുള്ള നാട്ടും പുറത്തെ ചന്തകളിൽ നിന്നാണ്. ഗ്രാമങ്ങളിലേക്കൊന്നും നമ്മുടെ നാട്ടിൽ ഇതുപോലെ സൂപ്പർ മാർക്കറ്റുകളോ പലചരക്ക് കടകളോ ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. നിത്യോപയോഗ സാധനങ്ങൾ മാത്രമല്ല, തുണി, വീട്ടുപകരണങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, ഇതൊക്കെ ഈ ചന്തയിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ചന്തയിൽ എല്ലാ ദിവസവും, ചന്തയുള്ള ദിവസങ്ങളിലൊക്കെ വളരെ സജീവമായിരിക്കും. ആഴ്ച 2-3 ദിവസങ്ങൾ ചന്തയുള്ള ചില പട്ടണങ്ങളൊക്കെ ഉണ്ട്. പല പട്ടണങ്ങളും പിന്നിട്ട് മോഷി എന്ന് പറയുന്നൊരു പട്ടണം, മോഷി അവിടുത്തെ പ്രധാനപ്പെട്ട പട്ടണമാണ്. പക്ഷേ മോഷി പട്ടണത്തിൽ നമ്മൾ കയറുന്നില്ല. മോഷിയുടെ ഒരു ബൈപ്പാസിൽ കൂടി നമ്മൾ മരാങ്കു എന്ന പ്രദേശത്തേക്ക് അടുക്കുകയാണ്. ഈ മരാങ്കുവിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 1700 മീറ്റർ ഒക്കെ ഉയരത്തിലേക്ക് എത്തി. അതായത് നമ്മുടെ ഊട്ടിയുടെയും അല്ലെങ്കിൽ നമ്മുടെ മൂന്നാറിൻ്റെ ഒക്കെ ഉയരമുള്ളൊരു പ്രദേശത്തൂടെയാണ് പോകുന്നത്. ഏതാണ്ട് അതേ ഭൂപ്രകൃതി, തേയിലയില്ലെന്ന് മാത്രം. പക്ഷേ കാപ്പി, പലതരം ഹിൽ സ്റ്റേഷനുകളിലൊക്കെ വിളയുന്ന തരം സസ്യങ്ങൾ അല്ലെങ്കിൽ കൃഷി, ഇതൊക്കെ നമുക്ക് കാണാം. പോകുന്ന വഴിക്ക് പലയിടത്തും ചോളവും അതുപോലെ ചില ധാന്യങ്ങളും ഒക്കെ പരമ്പിൽ വീടിൻ്റെ മുറ്റത്ത് ഉണങ്ങാനിട്ടേക്കുന്ന കാണാം. പല വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ധാന്യങ്ങൾ ഉണങ്ങാനിട്ടിരിക്കുന്നു. ഇമ്മാനുവൽ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്കറിയാം ഈ ഉണങ്ങാനിട്ടിരിക്കുന്ന പല സാധനങ്ങളും മദ്യം ഉണ്ടാക്കാനുള്ളതാണ്. കോണ്യാഗി എന്ന് പറയുന്ന ഒരു മദ്യം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ പ്രദേശത്തെ, ഈ മരാങ്കു പ്രദേശത്തെ മിക്കവാറും എല്ലാ വീട്ടിലും ഈ മദ്യം ഉണ്ടാക്കും. ഈ മദ്യം ഒരു കുടിൽ വ്യവസായം പോലെയാണ്. അത് കരിമ്പിൽ നിന്നാണ് പ്രധാനമായിട്ടും ഈ മദ്യം ഉണ്ടാക്കുന്നത്. കോണ്യാക്ക് എന്ന് പറയുന്ന സാധനത്തിൽ എന്ന പേരിൽ നിന്നുണ്ടായതാണോ കോണ്യാഗി എന്ന് സംശയമുണ്ട്. ആയിരിക്കണം. കോളനി കാലഘട്ടത്തിൽ സായിപ്പ് കൊണ്ടുവന്ന കോണ്യാക്ക് മദ്യത്തിൻ്റെ പേര് പിടിച്ച് അതിന് ചൂട് പറ്റിയായിരിക്കണം കോണ്യാഗി എന്ന് ഈ മദ്യത്തിനൊക്കെ പേര് വന്നത്. ആ വാറ്റിയെടുക്കുന്ന മദ്യം. ഇതിൽ വേറൊരു രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രാമങ്ങളിലെ ഗ്രാമീണർ മദ്യം മാറ്റും. അത് അനധികൃതമല്ല, അവർക്ക് അനുവദനീയമായ കാര്യം. അത് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് അവർക്ക് മദ്യം മാറ്റാം. ഇങ്ങനെ മാറ്റുന്ന ഈ മദ്യത്തെ വാങ്ങുന്ന വലിയ കമ്പനികളുണ്ട്. അവരിത് വന്ന് വീടുകളിൽ നിന്ന് ഇത് കളക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇത്തരം ചെറുകിട ഉൽപ്പാദകരിൽ നിന്ന് വാങ്ങിയിട്ട് ബ്രാൻഡ് ചെയ്ത് ബോട്ടിൽ ചെയ്ത് അവർ വിൽക്കും, പരസ്യം ചെയ്ത് വിൽക്കുന്ന വമ്പൻ ബ്രാൻഡുകൾ വരെയുണ്ട്. ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ, ലോഡ്ജുകൾ, ജംഗിൾ ലോഡ്ജുകൾ, അതെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ച പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറേയും കൂടെ ഭേദപ്പെട്ടതോ ആയ ദിവസം 10,000, 25,000, 30,000, 35,000 രൂപയ്ക്കൊക്കെ ഒരു രാത്രിക്ക് വാടകയുള്ള റിസോർട്ടുകളാണ്. അത് റിസോർട്ടെന്ന് പറയാൻ പറ്റില്ല, ജംഗിൾ ലോഡ്ജുകൾ എന്ന് വേണേൽ പറയാം. ആ മരം കൊണ്ട് നിർമ്മിച്ച ശാലകൾ അല്ലെങ്കിൽ കല്ലുകൊണ്ട് പണിത കെട്ടിടങ്ങൾ, അത് വനത്തിനകത്തും അല്ലെങ്കിൽ ഈ മലഞ്ചെരിവുകളിലും കൃഷിയിടങ്ങളിലും ഒക്കെ ഉണ്ടിത്. അവിടെയൊക്കെ ധാരാളം ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. കാരണം ഈ താൻസാനിയയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരനുഭവം എന്ന് പറയുന്നത്, ഈ കിളിമഞ്ചാരോ പർവ്വതമാണ്. ഈ കിളിമഞ്ചാരോ പർവ്വതത്തിൻ്റെ മുകളിൽ കയറാൻ നിരവധി ആളുകൾ ഓരോ വർഷവും എത്തും. ഒരു 15,000 ആളുകളെങ്കിലും ഈ കിളിമഞ്ചാരോയുടെ മുകളിൽ കയറുന്നുണ്ട് എല്ലാ വർഷവും. അതുകൂടാതെ താഴ്വാരത്ത് നിന്ന് കിളിമഞ്ചാരോയുടെ ചുവട്ടിലെത്തി ബേസ് ക്യാമ്പിലെത്തി അവിടുത്തെ കാഴ്ചകൾ കണ്ട് കിളിമഞ്ചാരോയുടെ ഒരു ദൃശ്യമൊക്കെ എടുത്ത് പോരുന്ന എന്നെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഓരോ വർഷവും. നമ്മൾ അങ്ങോട്ട് അടുക്കും തോറും ഈ കിളിമഞ്ചാരോ കൂടുതൽ വ്യക്തമായിട്ട് കാണാം. അങ്ങകലെ മഞ്ഞിൻ്റെ ഒരു തൊപ്പിയുമായിട്ട് നിൽക്കുന്ന കിളിമഞ്ചാരോ കാണാം. അതിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. ഈ കിളിമഞ്ചാരോയുടെ മുകളിലേക്ക് പോകണമെങ്കിൽ ഇന്ന് പോകാൻ പറ്റില്ല. കാരണം 6 മുതൽ 9 ദിവസം വരെ എടുക്കും ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി വരാൻ. അതൊരു വലിയ സാഹസമാണ്, വലിയൊരു ജോലി തന്നെയാണ്. കാരണം ഈ താഴ്വാരത്ത് മരാങ്കു ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഗേറ്റുണ്ട്. അവിടെയാണ് പ്രധാന എൻട്രൻസ്. അവിടെ വലിയൊരു പാർക്കും അവിടെ ഓഫീസുകളും വെൽക്കം സെൻറ്ററും എല്ലാം ഉണ്ട്. അവിടെ ചെന്നാൽ കൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുത്താൽ കയറിപ്പോകാൻ പറ്റില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിരവധി ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതായത് ഇതിൻ്റെ മുകളിലേക്ക് ആളെ കൊണ്ടുപോകുന്ന ഏജൻസികൾ. അവിടെ ചെന്നിട്ട് നമ്മൾ ഏകദേശം 2,500-2,500 എന്ന് വെച്ചാൽ ഏകദേശം 2 ലക്ഷത്തോളം രൂപ മുടക്കുണ്ട് നമുക്ക് ഈ 7 ദിവസത്തെ അല്ലെങ്കിൽ 8 ദിവസത്തെ യാത്രയ്ക്ക്. അതിന് 2 പേരുള്ളൊരു സംഘത്തിനാണെങ്കിൽ ഒരു ഗൈഡുണ്ടാവും, പിന്നെ ഒരു 3-4 പോർട്ടർമാരുണ്ടാവും. കാരണം നമ്മുടെ ടെൻറ്റ്, താമസിക്കാനുള്ള ടെൻറ്റ്, വസ്തുക്കൾ, ഭക്ഷണം, ഗ്യാസ് കുറ്റി, ഇങ്ങനെ സർവ്വ സാധനവും കൊണ്ടുപോകണം. 7 ദിവസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അതിനുള്ളൊരു കുക്കുണ്ടാവും. ഇത്രയും പേരുടെ ഒരു സംഘം, അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, അവരുടെ വസ്ത്രം, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാമായിട്ടാണ് പോകുന്നത്. ഈ 9 ദിവസം വരെ എടുക്കും പോയിട്ട് തിരിച്ചിറങ്ങി വരാൻ. ഈ 9 ദിവസത്തേക്ക് വേണ്ട സർവീസുകൾ, പെർമിറ്റുകൾ, അതിനുവേണ്ട ഫെസിലിറ്റികൾ, ഇനി ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ, ഹെൽത്ത് പ്രശ്നങ്ങളുണ്ടായാൽ ഇവാക്വേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി, ഇതെല്ലാം ഇവർ കൊടുക്കും. പക്ഷേ അതിനൊരു 2-2.5 ലക്ഷം രൂപ ചിലവ് വരും.
മാത്രമല്ല നമുക്ക് ഈ 7-8 ദിവസം അവിടെ താമസിക്കേണ്ടി വരും, അല്ലെങ്കിൽ മല കയറി പല ഘട്ടങ്ങളിലായി താമസിച്ചാണ് പോകുന്നത്. ഈ കിളിമഞ്ചാരോയുടെ മുകളിലേക്ക് പർവ്വതാരോഹണം നടത്തുന്നവർ ഒറ്റയടിക്ക് അങ്ങ് കയറുകയല്ല, ഒരു 2 ദിവസം പയ്യെ കയറും. അതായത് ഒരു ദിവസം ഏതാണ്ട് 6 മണിക്കൂറാണ് മല കയറാൻ അനുവദിച്ചിരിക്കുന്നത്. 6 മണിക്കൂറേ ഒരു ദിവസം കയറുള്ളൂ. ഈ 6 മണിക്കൂർ കൊണ്ട് ഒരു 10-11 കിലോമീറ്റർ കയറി അടുത്തൊരു സ്റ്റേഷനിലെത്തും, ഒരു ക്യാമ്പിലെത്തും. അവിടെ നമ്മൾ ടെൻ്റ് അടിക്കും. ഏതാണ്ട് ഒരു സമതല പ്രദേശമായിരിക്കാം, അവിടെ ടെൻ്റ് അടിക്കും. ഈ ടെൻ്റ് അടിക്കുന്ന സ്ഥലത്തൊന്നും മഞ്ഞില്ല. മഞ്ഞിപ്പം മല മുകളിൽ മാത്രമേ ഉള്ളൂ. ആ കൊടുമുടിയുടെ ഏറ്റവും ടോപ്പിൽ മാത്രമേ മഞ്ഞുള്ളൂ. അവിടെ ടെൻ്റ് അടിക്കാം, അവിടെ താമസിക്കാം. അത് പിറ്റേ ദിവസം രാവിലെ വീണ്ടും യാത്ര തുടരാം. അങ്ങനെ 2 ദിവസം തുടർച്ചയായിട്ട് യാത്ര ചെയ്യാം. 3-ാമത്തെ ദിവസം നമ്മൾ ഒരിടത്ത് ഫുൾ ഡേ വിശ്രമിക്കും. കാരണം അക്ലമറ്റൈസേഷൻ വേണം. ഉയരം തോറും നമ്മളുടെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ മല കയറണമെങ്കിൽ തന്നെ നമ്മൾ ഫിറ്റ്നസ്സിൻ്റെ ഒരു സാക്ഷ്യപത്രമൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. കൂടാതെ നമ്മളൊരു സത്യവാങ്മൂലം എഴുതി കൊടുക്കണം. അതായത് ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് നമ്മൾ മാത്രമാണ് ഉത്തരവാദി, അതിന് വേറെ നഷ്ടപരിഹാരമൊന്നും ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വലിയൊരു പ്രൊസീജിയറുണ്ട്. അതുകൊണ്ട് ഞാൻ കയറണ്ട, ചോട്ടിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ട് തിരിച്ചു പോരാം എന്ന് തീരുമാനിച്ചാണ് അവിടെ ചെന്നിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ മൊത്തം സജീവമായൊരു സ്ഥലമാണ്. പക്ഷേ ഒരു കാര്യം എന്തറിയോ, വളരെ വൃത്തിയായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്നു, വളരെ പ്രൊഫഷണലായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്നു. ഇവിടെ വരുന്ന ആളുകളും ഇവിടുന്ന് മല കയറാൻ പോകുന്ന ആളുകളും ഒക്കെ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളൊന്നും കൊണ്ടൊന്നും അവിടെ ഉപേക്ഷിക്കാൻ പാടില്ല. വേസ്റ്റ് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ കൊണ്ടുവരുന്ന സാധനം അതുവഴി തിരിച്ചു കൊണ്ടുപോകണം. വളരെ കർക്കശമായി വളരെ ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിലും ഈ ആമയിഴഞ്ചാൻ തോട് പോലൊരു തോടുണ്ടാവുകയും അതിനകത്തൊരു മനുഷ്യൻ വീണും മരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ, അതിനകത്ത് മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനുഷ്യന്മാർ വിസർജി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ആ ഒരു തോട്ടിനകത്തേക്ക് മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതിനകത്തായിട്ട് മുങ്ങണ്ടിയും വരികയും ചെയ്യുന്ന ഭയാനകവും നമ്മുടെ മനസ്സിനെ പിടിച്ച് ഉലയ്ക്കുന്നതുമായ ദൃശ്യങ്ങളും വികസിതമെന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ചവരെന്ന് അഭിമാനിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ നാട്ടിലാണെന്ന് പറയുമ്പോൾ ലോകം ഈ ദൃശ്യം കണ്ടാൽ നമ്മളെ പരിഹസിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ നമ്മൾ ചിന്തിച്ചു പോലും തുടങ്ങിയിട്ടില്ല എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാ നഗരങ്ങളും ഈ മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, അളിഞ്ഞ് നാറിക്കിടക്കുന്ന തെരുവോരങ്ങൾ. ഈ മഴക്കാലത്ത് വഴിയരികിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങളൊന്ന് യാത്ര ചെയ്താൽ, ഒരു കാറിലോ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ചീഞ്ഞ് നാറിയ സ്ഥലങ്ങളാണ്. ഞാൻ ഈ തൊട്ട് മുമ്പത്തെ യാത്ര നടത്തിയ റുവാണ്ടയിലേക്കാണ്. റുവാണ്ടയുടെ വഴിയോരങ്ങൾ ഞാൻ ദീർഘമായിട്ട് കാണിച്ചിരുന്നു. ഒരു ബീഡിക്കുറ്റി പോലും അല്ലെങ്കിൽ ഒരു സിഗരറ്റ് കുറ്റി പോലും കാണാൻ കഴിയാത്ത മട്ടിൽ വൃത്തിയാക്കിയിടുന്ന, ശാസ്ത്രീയമായി വേസ്റ്റിനെ സംസ്കരിക്കുന്ന ഒരു രാജ്യം. ദാരിദ്ര്യമോ സമ്പത്തോ ഒന്നുമല്ല വൃത്തിയുടെ മാനദണ്ഡം, മനോഭാവമാണ്. അവിടെ ഭരണാധികാരികൾ നിയമം ഉണ്ടാക്കുന്നു, ജനങ്ങൾ അനുസരിക്കുന്നു, അനുസരിക്കാത്തവനെ പിടിച്ച് അകത്തിടുന്നു, ഫൈനിടുന്നു. അതുതന്നെയുള്ളൂ മാർഗം. നിയമം അനുസരിപ്പിക്കാൻ അതല്ലാതെ വേറൊരു വഴിയില്ല. നിയമത്തെ സ്നേഹിച്ചിട്ടാരും നിയമം അനുസരിച്ചതായിട്ട് കേട്ടിട്ടില്ല. കർശനമായ നടപടികൾ വേണം. ആ നടപടികൾ ഒരു ഭരണാധികാരിക്ക് എടുക്കണമെങ്കിൽ അയാൾക്ക് ഇച്ഛാശക്തി മാത്രം പോലെ അയാളുടെ മനസ്സും കൈകളും ശുദ്ധമായിരിക്കുകയും വേണം. അങ്ങനെയുള്ളൊരുത്തൻ പറഞ്ഞാൽ മനുഷ്യർ കേൾക്കും, അനുസരിക്കും, ബഹുമാനിക്കും. അപ്പോൾ അതൊക്കെ ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ഈ റുവാണ്ടയിലും ഈ താൻസാനിയ അത്ര ഗംഭീരമായ രാജ്യമൊന്നുമല്ല, അഴിമതിയില്ലാത്ത നാടൊന്നുമല്ല. പക്ഷേ അവരുടെ ടൂറിസം കേന്ദ്രങ്ങളിലെ ചിട്ടകൾ, അവിടുത്തെ ഗൈഡുകളും ഡ്രൈവർമാരും പോലും പുലർത്തുന്ന ചില നിഷ്ഠകൾ നമുക്ക് ബഹുമാനം തോന്നുന്നു ആ നാടിനോട്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ ഇവരുടെ ഈ പ്രവർത്തനങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു, ടിപ്പുകൾ കൊടുത്തിട്ട് പോകുന്നു. ഈ ടൂറിസത്തിലൂടെ അവർ വളരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് അന്യരാജ്യങ്ങളുമായിട്ട് ചിലപ്പോൾ നമ്മുടെ നാടിനെ താരതമ്യപ്പെടുത്തുന്നത്? നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാം തികഞ്ഞ കേരളം എന്നുള്ള ചിന്ത മാറി നമ്മൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, നമ്മൾ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവണ്ടേ? അതിനുവേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന് മുഴുവൻ ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. പക്ഷേ എൻ്റെ ദൗത്യം ലോകം എന്ത് എന്ന് നമ്മുടെ ആളുകളെ കാണിക്കുകയും വിശദീകരിച്ച് തരികയും ആയതുകൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. ഏതായാലും അവിടെ അതിഗംഭീരമായിട്ട് വൃത്തിയായി അവരെല്ലാം സംരക്ഷിക്കുന്നു, ചിട്ടയോടെ നിയമങ്ങൾ അനുസരിക്കുന്നു. എല്ലാ മനുഷ്യരും, പുറത്തുനിന്ന് വരുന്നവർ അതിനേക്കാൾ കാർക്കശ്യത്തോടെ ആ ചിട്ട പുലർത്തുന്നു. ഏതായാലും കുറേ സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അവിടുത്തെ വെൽക്കം സെൻറ്ററിൽ പോയി അവിടെ നിന്ന് കുറേ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. ആദ്യം കുറേ സമയത്തേക്ക് ആകാശം മൂടിക്കെട്ടി നിന്നുകൊണ്ട് അതിൻ്റെ ഈ കൊടിമുടിയുടെ മുകൾ ഭാഗം നമുക്ക് കാണാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെയിൽ തെളിഞ്ഞു, ക്ലിയറായി, നീലാകാശമായി. അപ്പോൾ എനിക്ക് ഭംഗിയായിട്ട് താഴെ നിന്ന് ആ തലപ്പാവ്, മഞ്ഞിൻ്റെ തലപ്പാവ് അണിഞ്ഞ ആ കിളിമഞ്ചാരോ പർവ്വതത്തിൻ്റെ മനോഹരമായ കുറേ ദൃശ്യങ്ങൾ പകർത്താൻ പറ്റി. അതിൻ്റെ ചുവട്ടിലുള്ള ആ മരാങ്കു ഗേറ്റിലെ പ്രധാന ആക്ടിവിറ്റികളെല്ലാം പകർത്താൻ പറ്റി. അവിടെയുള്ള നിരവധി സുവനീർ ഷോപ്പുകൾ, ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ, ഇതെല്ലാം കണ്ടു, ചിത്രീകരിച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനാണ്, എയർപോർട്ടിലെത്തണം. മാത്രമല്ല പോകുന്ന വഴിക്ക് കുറച്ച് ദൃശ്യങ്ങൾ കിട്ടിയാൽ പകർത്തുകയും വേണം. അവിടെ ഒരു 1.5-2 മണിക്കൂർ നേരം ഞാൻ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എമാനുവലിനോട് പറഞ്ഞു, എമാനുവലേ നമുക്ക് ഇനി പോയാലോ പയ്യെ. അപ്പോൾ എമാനുവൽ പറഞ്ഞു, ഇത്ര തിരക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, എയർപോർട്ടിലെത്തിയാൽ പോരെ, ഞാൻ എത്തിച്ചിരിക്കും, നിങ്ങളൊന്നും പേടിക്കേണ്ട, 1 മണിക്കൂറിന് പകരം 1.5 മണിക്കൂർ മുമ്പ് ഞാൻ എത്തിച്ചിരിക്കും.
ഞാൻ ചോദിച്ചു, നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി തന്നെയല്ലേ വരണ്ടേ? അതൊന്നുമല്ല, വേറെ വഴിയുണ്ട്, എയർപോർട്ടിലേക്ക് വേറെ വഴിയുണ്ടോ? ഉണ്ടെന്നേ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സമാധാനമായി. അപ്പോൾ ഞാൻ മറ്റു ചില കാഴ്ചകളിലേക്കൊക്കെ പോയി. ഈ കിളിമഞ്ചാരോ പർവ്വതത്തിൻ്റെ മുകളിൽ ആദ്യമായിട്ട് കാലുകുത്തുന്ന മനുഷ്യൻ, അതായത് നമ്മുടെ അറിവിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് 1889 ആ കൊടുമുടിയുടെ മുകളിൽ കയറിയ ജർമ്മൻകാരനാണ്. ഹാൻസ് മേയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിനുശേഷം എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും 10,000-15,000 ആളുകൾ ഇപ്പോൾ ആ കൊടുമുടിയുടെ മുകളിൽ കയറുന്നുണ്ട്. ഇപ്പോൾ പഴയതിനേക്കാൾ കുറേയും കൂടെ താരതമ്യേന എളുപ്പമാണ് അതിന് മുകളിൽ കയറാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മഞ്ഞ് മൂടിയ ഒരു കൊടുമുടിയായിരുന്നു. അതിൻ്റെ പകുതി ഭാഗം മുതൽ മുകളിലേക്ക് ഓരോ വർഷം കഴിയും തോറും ഗ്ലോബൽ വാർമിംഗ് കാരണം ഈ മഞ്ഞിൻ്റെ അളവ് കുറഞ്ഞു വരിക. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ മാത്രം കുറേ സ്ഥലത്തേ മഞ്ഞുള്ളൂ, ബാക്കി മഞ്ഞെല്ലാം ഉരുകി തീർന്നു. അത് വലിയൊരു നഷ്ടമാണ്. കുറേ വർഷം 10-15 വർഷം കൂടെ കഴിഞ്ഞ് ചെല്ലുന്ന ഒരാൾക്ക് മഞ്ഞ് മൂടിയ തലപ്പാവ വെച്ച ആ കിളിമഞ്ചാരോ ഇനി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഞാൻ വളരെ അമൂല്യമായ ആ ദൃശ്യം പകർത്തിയെടുത്തു. ഞാൻ ചെല്ലുന്ന സമയത്ത് അല്പം മഞ്ഞുണ്ടായിരുന്നത് കൊണ്ട് തന്നെ. അവിടുന്ന് മടങ്ങാൻ തീരുമാനിച്ചു. ഞാൻ എമ്മാനുവലിൻ്റെ കാറിൽ ചെന്ന് കയറി മടക്കയാത്ര ആരംഭിക്കുകയാണ്. മോഷിയുടെ ഒരു പ്രാന്തഭാഗത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. മേൽക്കൂര, ഇങ്ങനെ ചെരിഞ്ഞ മേൽക്കൂരയുള്ള കലാപരമായിട്ട് നിർമ്മിച്ച ഒരു റെസ്റ്റോറൻറ്റ്. അതിനകത്ത് പല ആളുകളുണ്ട്. ഞാൻ ഇവരുടെയൊക്കെ പലരുടെയും ദൃശ്യങ്ങൾ എടുക്കുന്നുണ്ട്. ബാർബിക്യൂ ഫുഡ് അവിടെ കിട്ടും, അതായത് മാംസം കനലിൽ ചുട്ട ഭക്ഷണം കിട്ടും. അപ്പോൾ അത് തന്നെ തരാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പല മാംസങ്ങൾ ഇങ്ങനെ കനലിൽ കമ്പിൽ കോർത്ത് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുറ്റത്ത്. അവിടെ നിന്ന് ഭക്ഷണം കുറേശ്ശെ കൊണ്ടുവരുന്നുണ്ട്. ഭക്ഷണവും കഴിച്ചു. നമുക്കിനി പോകാം എന്ന് പറഞ്ഞു. പോകുന്ന വഴിക്കും ഗ്രാമത്തിലെ പല കാഴ്ചകളും നിർത്തി ഷൂട്ട് ചെയ്താണ് പോകുന്നത്, കാരണം സമയമുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയിൽ നിന്ന് വിട്ട് വേറൊരു വഴിയിലേക്ക് വണ്ടി തിരിച്ചു. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ വഴിക്ക് പോയാൽ വളരെ പെട്ടെന്ന് നമുക്കിവിടെ എത്താൻ പറ്റും. ശരി, അപ്പോൾ ഞാനും ഹാപ്പിയായി. അപ്പോൾ എത്ര സമയം വേണ്ടി വരും? കൂടിപ്പോയ ഒരു അരമണിക്കൂർ. ആ പാതയിലൂടെ കുറേ ദൂരം ഓടി മനോഹരമായൊരു കെട്ടിടത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് വണ്ടി നിർത്തി. അവിടെ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. ഞാൻ എമ്മാനുവലിൻ്റെ മുഖത്തേക്ക് നോക്കി. എമ്മാനുവൽ പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ എത്തിച്ചു. ഞാൻ ചോദിച്ചു, ഇതേതാ സ്ഥലം? ഇതാണ് കിളിമഞ്ചാരോ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞാൻ ചോദിച്ചു, കിളിമഞ്ചാരോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലല്ലല്ലോ നമുക്ക് പോകേണ്ടത്, നമുക്ക് അരൂഷ എയർപോർട്ടിലല്ലേ പോകേണ്ടത്? അവിടെ വന്നല്ലേ നിങ്ങൾ എന്നെ പിക്കപ്പ് ചെയ്തേ? ഈ എയർപോർട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരണമെന്നല്ലേ ഞാൻ പറഞ്ഞേ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. കിളിമഞ്ചാരോ എയർപോർട്ടിൽ നല്ലല്ലേ നിങ്ങൾക്ക് പോകണ്ടേ? ഇല്ല, ഈ കിളിമഞ്ചാരോ എയർപോർട്ടിൽ നിന്ന് ഇനി അരൂഷ എയർപോർട്ടിൽ പോകണം എത്ര സമയം എടുക്കും? ഇനിയൊരു 1.5 മണിക്കൂർ എടുക്കും. ഞാൻ രാവിലെ മുതൽ പറയുന്നത് നമുക്ക് തിരിച്ചിവിടെ വരണം, തിരിച്ച് എയർപോർട്ടിലേക്ക് വരണം എന്നല്ലേ. ഈ കിളിമഞ്ചാരോയിൽ ഒരു എയർപോർട്ട് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. എനിക്കകപ്പാടെ അറിയാവുന്ന എയർപോർട്ട് അരൂഷയിലെ എയർപോർട്ടാണ്. ആ എയർപോർട്ടിൽ നിന്ന് മടക്കണമെന്നാണ് ഞാൻ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 3 മണിക്കെങ്കിലും അവിടെ എത്തിക്കണം. ഇപ്പോൾ ഏതാണ്ട് 2 മണി ആകാറായിരിക്കുന്നു. ഇത് പറഞ്ഞു, പാടാണ് എത്താൻ, കാരണം നമ്മൾ 2 മണിക്കൂർ കൊണ്ട് ഇങ്ങോട്ട് ഓടിയ സ്ഥലമാണ്. ഞാനൊന്ന് ശ്രമിക്കല്ലാതെ വേറെ വഴിയില്ല. ശ്വാസം അടക്കി പിടിച്ച് ഞാൻ ആ വണ്ടിക്കകത്തിരുന്നു. ഈ എമ്മാനുവൽ ഒരു പറപ്പിക്കലങ്ങ് ആരംഭിച്ചു. ഇങ്ങോട്ട് വരുമ്പോൾ ട്രാഫിക് ബ്ലോക്കായി കിടന്ന സ്ഥലങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. റോഡ് പണി നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ കടന്നു കിട്ടണം. പിന്നെയുള്ള ഒരു 1.5 മണിക്കൂർ നേരമുണ്ടല്ലോ, ടെൻഷൻ്റെ മൂർധന്യത്തിലാണ്. ഒടുവിൽ ഏതൊക്കെയോ ഈ മെയിൻ പാത വിട്ട് പട്ടണത്തിനകത്തെ ഉൾപാതകളിലൂടെ എതിലൂടെയൊക്കെയോ ഓടിച്ച് ഈ മനുഷ്യൻ ഏതാണ്ട് 3:30 ആയപ്പോഴേക്കും എന്നെ അരൂഷ എയർപോർട്ടിൻ്റെ ആ കെട്ടിടത്തിൻ്റെ മുമ്പിൽ, ആ ഷെഡിൻ്റെ മുമ്പിൽ കൊണ്ട് ഇറക്കി വിട്ടു. അതായത് ഇനി കൃത്യം 20 മിനിറ്റ് ഉണ്ട് വിമാനം പുറപ്പെടാൻ. ചെക്കിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഏതായാലും ഇത് ചെറിയ എയർപോർട്ടല്ലേ, എന്തെങ്കിലും പറഞ്ഞു നിൽക്കാമെന്ന് വിചാരിച്ച് ഇയാൾക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനെടുത്ത് കൊടുത്തു തീർത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ പൈസയൊന്നും കൊടുക്കാനില്ല. എമ്മാനുവലിനോട് നന്ദിയൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് അയാൾ പറഞ്ഞു, ഞാൻ പുറത്ത് കാത്തു നിൽക്കാം, വിമാനം വിട്ടുപോയെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടലിൽ പോയി താമസിക്കണ്ടേ? ഞാൻ പറഞ്ഞു, നീ അത് നല്ല കാര്യം, അവിടെ നിൽക്കാൻ പറഞ്ഞു. അകത്തേക്ക് ഓടി ചെല്ലുന്നു. പ്രിസിഷൻ എയർ എന്ന് പറഞ്ഞ ഒരു വിമാന കമ്പനിയിലാണ് എനിക്ക് ദാറുസലാമിലേക്ക് മടങ്ങേണ്ടത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചെക്കിൻ കൗണ്ടറെല്ലാം ക്ലോസ് ചെയ്തു. പക്ഷേ ആ കൗണ്ടറിൽ ആളുകളുണ്ട്. ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രിസിഷൻ എയറിൽ ദാറുസലാമിലേക്ക് പോകേണ്ട ആളാണ്, ഇത്തിരി വൈകിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു, ടിക്കറ്റ് തരൂ. ടിക്കറ്റ് കൊടുത്തു. കമ്പ്യൂട്ടറൊന്നുമില്ല. അവരെന്തൊക്കെയോ നോക്കി എഴുതി ബോർഡിംഗ് പാസ് തന്നു. അവർ പറഞ്ഞു, യു ആർ ലക്കി, വിമാനം 1/2 മണിക്കൂർ ലേറ്റാണ്. ആശ്വാസമായി. ഒരിടത്ത് പോയി ഇരിപ്പായി. അപ്പോൾ ഈ പുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പുറത്ത് നമ്മൾ ഇങ്ങോട്ട് വന്ന തരത്തിലുള്ള വിമാനങ്ങളാണ് സെസ്ന വിമാനങ്ങൾ. സെസ്ന കാരവൻ വിമാനങ്ങളൊക്കെ നിരവധി എണ്ണം കിടക്കുന്നുണ്ട്. അത് രസമെന്നറിയോ, ഈ വിമാനങ്ങൾ തിരിക്കുന്നതൊക്കെ മറ്റ് എയർപോർട്ടുകളിലൊക്കെ ഒരു വേറെ യന്ത്രം കൊണ്ട് വന്നിട്ടാണല്ലോ തിരിക്കുക വിമാനത്തെ. ഇവിടെ അതല്ല, ഒരു 3 പേരങ്ങ് ചെല്ലും, നല്ല തടിയന്മാർ. അവന്മാർ വിമാനത്തെ തള്ളിത്തിരിക്കും, ഓട്ടോറിക്ഷ തിരിക്കുന്ന പോലെയാണ്. അത്രയല്ലേ ഉള്ളൂ ഈ സാധനം. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകെ ചരക്കൊക്കെ കയറ്റുമ്പം ഈ വാലിൻ്റെ ആ ഭാഗത്താണ് ഈ ലഗേജൊക്കെ കയറ്റുന്നത്. അപ്പോൾ ഈ ആൾ കയറുന്നതിന് മുമ്പ് ലഗേജ് കയറ്റിയ ഒരു കുഴപ്പം എന്താണെന്നറിയോ, ഈ വാലിൻ്റെ ഭാഗം താഴ്ന്നു പോകും, വിമാനത്തിൻ്റെ മുൻഭാഗം പൊങ്ങിപ്പോകും. അതിനുവേണ്ടി വാലിൻ്റെ അവിടെ ഒരു മുട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഞാൻ തമാശ പറയുന്നതല്ല, വിമാനത്തിൻ്റെ വാലിൽ ഒരു മുട്ടൊക്കെ കൊടുത്തിട്ടാണ് ഇവർ ഈ ചരക്ക് കയറ്റുന്നത്. ഇങ്ങനെ കുറേ ആഫ്രിക്കൻ തമാശകളൊക്കെ നമുക്കിവിടെ കാണാം. പ്രായോഗിക ബുദ്ധിയുടെ കുറേ തമാശകളാണ്. അങ്ങനെ പല വിമാനങ്ങൾ വന്നിറങ്ങുന്നു, പലരും കയറി പോകുന്നു. ഇതിലെല്ലാം സായിപ്പന്മാരാണ്, അതായത് വെസ്റ്റേണേഴ്സാണ്. അല്ലാതെ ഈ ആഫ്രിക്കൻ വംശജരായ ഒരാളും ഈ വിമാനം ഒന്നും ഉപയോഗിക്കുന്നത് കാണുന്നില്ല. കാരണം ഈ വിമാനവും വിമാനത്താവളവും മുഴുവൻ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതെന്ന് വ്യക്തമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പ്രിസിഷൻ എയറിൻ്റെ വിമാനം പുറപ്പെടാൻ റെഡിയായി എന്നറിയിപ്പ് വന്നു. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഇതേപോലത്തെ ഒരു ചെറിയ വിമാനം തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് വെച്ചിരുന്നത്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേയേറെ ആളുകളുണ്ട്. എടാ, ഇതൊരു വിമാനത്തെ കൊള്ളാനുള്ള ആളല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ATR വിമാനം ഒരെണ്ണം റെഡിയായി നിൽക്കുന്നത്. അതായത് പ്രൊപ്പല്ലറൊക്കെയുള്ള, ജെറ്റ് എഞ്ചിനല്ല, പ്രൊപ്പല്ലർ എഞ്ചിനൊക്കെയുള്ള ഒരു വിമാനം. അതിനകത്തൊരു 70-80 ആളുകൾ കൊള്ളുന്ന തരം വിമാനമാണ്. അതിൽ ചെന്ന് കയറി ഒരു വിൻഡോ സീറ്റ് തന്നെ ഞാൻ ചോദിച്ച് മേടിച്ചിരുന്നു. വൈകിട്ടാണ് ചെല്ലുന്നതെങ്കിലും ഞാൻ വിൻഡോ സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് വിൻഡോ സീറ്റ് തരാം, കാരണം ആൾ കുറവാണ്, പകുതി സീറ്റിലെ ആളുള്ളൂ. അതിൽ അവിടെ ഞാനൊരു വിൻഡോ സീറ്റ് പിടിച്ചു. പക്ഷേ വിൻഡോ സീറ്റ് പിടിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഇതിൻ്റെ ജനലെല്ലാം ചില്ലെല്ലാം സ്ക്രാച്ച് വീണ് പുറത്തെ കാഴ്ചകൾ ഒരു മങ്ങിയ കാഴ്ച മാത്രം കിട്ടുന്നതാണ്. എങ്കിലും ഞാൻ അതിനകത്തൂടെ കുറേ ഷോട്ടുകളൊക്കെ എടുക്കാൻ ശ്രമിച്ചു. വിമാനം ടേക്ക് ഓഫ് ചെയ്തു, കിഴക്കോട്ട് പറക്കുകയാണ്. വനത്തിന് മുകളിലൂടെ നമ്മൾ ഇങ്ങോട്ട് വന്ന അതേ പാതകളിലൂടെ പറന്ന് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പുറത്തെ കാഴ്ചകളൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ കുറേയും കൂടെ ചെന്ന് വിമാനം താഴ്ന്നു തുടങ്ങി. അപ്പം നോക്കുമ്പോൾ കടലാണ് അടിയിൽ. വീണ്ടും താഴ്ന്ന് വിമാനം ഒരു റൺവേയിൽ ഇറങ്ങി. റൺവേയിൽ ഇറങ്ങുമ്പോഴും എയർപോർട്ടൊന്നും അത്ര വ്യക്തമല്ല. ഈ സ്ക്രാച്ച് വീണ ചില്ലുകളാണ്, അത് മങ്ങിയൊരു ചില്ല. പഴഞ്ചനൊരു വിമാനമാണെന്ന് തോന്നി. നിർത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അനൗൺസ്മെൻറ്റ് വന്നു, സാൻസിബാറിൽ ഇറങ്ങേണ്ട എല്ലാ പാസഞ്ചേഴ്സും ഇവിടെ ഇറങ്ങേണ്ടതാണ്. എന്നാൽ ദാരസലാമിലേക്ക് യാത്ര തുടരേണ്ട യാത്രക്കാർ ഈ വിമാനത്തിൽ തന്നെ ഇരിക്കേണ്ടതാണ്. എനിക്ക് സംശയമായി, ഇതെവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്? ഇന്ന് രാത്രി ദാരസലാം എന്ന് പറയുന്ന താൻസാനിയുടെ പ്രധാന പട്ടണത്തിൽ വന്ന് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ ഒരു ഫെറിയിൽ കടലിലൂടെ, സാൻസിബാർ ഒരു ദ്വീപാണ്, തീരത്ത് നിന്ന് ഏതാണ്ട് 10-40-50 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു ദ്വീപാണ്. വലിയൊരു അറബ് കേന്ദ്രമായിരുന്നു ഒരു കാലത്ത്. താൻസാനിയയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രവും ഇന്നും ഇവിടുത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രവും ചരിത്രം ഇറങ്ങുന്ന ഒരു സ്ഥലമൊക്കെയാണ് ഈ സാൻസിബാർ എന്ന് പറയുന്ന വമ്പൻ ദ്വീപുകളുടെ ഒരു സമൂഹം. അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പം നാളെ രാവിലെ ഫെറി എടുത്ത്, അതിൻ്റെ ടിക്കറ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഈ പറഞ്ഞ 2 മണിക്കൂർ കടലിൽ കൂടെ യാത്ര ചെയ്ത് എത്തേണ്ട ഒരു സ്ഥലത്തേക്ക് ഇപ്പം ഞാൻ അവിടെയാണ് വന്ന് ഇറങ്ങി നിൽക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ അങ്ങ് ഇറങ്ങിയാൽ മതിയായിരുന്നു. പ്രശ്നം എന്താ അറിയോ, ഞാൻ അവിടെ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിരിക്കുന്നു ദാരസലാമിൽ. ഇവിടെ എനിക്ക് ഹോട്ടൽ മുറിയൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ഇറങ്ങി ചെന്നാൽ കിട്ടുമായിരിക്കാം. 2, ഒരു മലയാളി എന്നെ കാണാൻ ഇന്ന് വൈകിട്ട് ദാരസലാമിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3, നാളത്തെ ഫെറി ടിക്കറ്റൊക്കെ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്, VIP ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഈ ഫെറി യാത്രയും ഇതെല്ലാം എനിക്ക് ഷൂട്ട് ചെയ്യുകയും വേണം. മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമാനത്തിൽ നമ്മൾ ദാരസലാമിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഇടയ്ക്കുള്ളൊരു സ്ഥലത്ത് സാധാരണഗതിയിൽ എയർലൈൻകാർ ഇറക്കി വിടില്ല. നമുക്ക് ലഗേജ് ഉണ്ടോ, കയറ്റിയിട്ടുണ്ടോ, ലഗേജ് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ പരിശോധിച്ച് ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വിമാനത്തിൽ ഇടയ്ക്ക് എയർപോർട്ടിൽ നിർത്തിയാലും നമ്മൾ ഇറക്കി വിടുകയുള്ളൂ. അത് ഇൻ്റർനാഷണൽ നിയമമാണ്. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് നേരിട്ടെടുക്കാമായിരുന്നു. മണ്ടത്തരം നമ്പർ 2 ഇന്ന് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാനങ്ങനെ വിമാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു എയർ ഹോസ്റ്റസ് വന്നപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ഇത് സാൻസിബാർ തന്നെയല്ലേ, ദാരസലാമിലേക്ക് പോകുമല്ലോ? പോകും, 1/2 മണിക്കൂർ ഫ്ലൈറ്റ് കൂടെ ഉള്ളൂ, നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് പേര് വിമാനത്തിനകത്ത് ഇരിക്കുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അനൗൺസ്മെൻറ്റ്, എല്ലാ യാത്രക്കാരും പുറത്തേക്ക് ഇറങ്ങണം, ആ താഴെ ഒരു ബസ് കാത്ത് കിടപ്പുണ്ട്, അത് ഇറങ്ങണം. ഞാൻ ചോദിച്ചു എന്തിനാണ്? പറഞ്ഞു വിമാനത്തിൽ ഫ്യൂവൽ നിറയ്ക്കാൻ പോവുകയാണ്. ഫ്യൂവൽ നിറയ്ക്കുമ്പം പാസഞ്ചേഴ്സിനെ അകത്തിരുത്താൻ പാടില്ലെന്നാണ് നിയമം. അങ്ങനെ ഒരു നിയമം പലയിടത്തും ഇല്ല, പക്ഷേ ഇവിടെ അങ്ങനെയാണ് അത്ര നിയമം. ഞങ്ങളെ ബസ്സിനകത്തോട്ട് കയറ്റി. എന്നിട്ട് ഈ ബസ് ഈ എയർപോർട്ടിൻ്റെ സമീപത്തോട് ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 1/2 മണിക്കൂർ നേരം ഈ പാർക്കിംഗ് ഏരിയയ്ക്ക് ചുറ്റും ഈ ബസ് ഓടിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഈ വിമാനത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് ഞങ്ങളെ വിമാനത്തിനകത്തേക്ക് കയറ്റി. വിമാനം വീണ്ടും അവിടെ നിന്ന് പറന്നു പൊങ്ങി ദാരസലാം നഗരത്തിൽ പോയി ലാൻഡ് ചെയ്തു. ഡൗൺ ടൗൺ ഏരിയ എന്ന് പറയുന്നത് ഒരു 13 കിലോമീറ്റർ അകലെയാണ്. അവിടെയാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. ഹാർബർ വ്യൂ സ്വീറ്റ്സിനകത്താണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു ടാക്സി വിളിച്ച് അവിടേക്ക് ചെന്നു. ഞാൻ ഈ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഈ ഹോട്ടലുണ്ട്, ഹാർബർ വ്യൂ സ്വീറ്റ്സ് എന്ന് പറയുന്നത് ഹാർബറിന് തൊട്ടടുത്താണ്. അതായത് അവിടെ നിന്നാണ് നാളെ രാവിലെ എനിക്ക് ഫെറിയൊക്കെ പുറപ്പെടേണ്ടത്. അവിടെയാണ് പ്രധാന തുറമുഖം. ഞാൻ ചെല്ലുന്ന ഈ ഹോട്ടൽ, ഹാർബർ വ്യൂ സ്വീറ്റ്സ് എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ താഴത്തെ നില മുഴുവൻ കാസിനോകളാണ്. ഈ ഹോട്ടലിരിക്കുന്ന സ്ട്രീറ്റ് മുഴുവൻ കാസിനോകളാണ്. എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞ ചൂതാട്ട കേന്ദ്രങ്ങളാണ്. അതായത് ഒരു ആഘോഷത്തിൻ്റെ നഗരമാണ് ഈ ദാരസലാം. ഞാൻ ഹോട്ടലിനകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഞാൻ ചോദിച്ചു എവിടെയാണ് റിസപ്ഷൻ? അപ്പോൾ പറഞ്ഞു ലിഫ്റ്റിൽ കയറി 13-ാം നിലയിൽ ചെല്ലണം. 13-ാം നിലയിൽ ചെല്ലുന്നു. 13-ാം നിലയിൽ ചെല്ലുന്നു. ചെക്ക് ഇൻ ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ റിസപ്ഷൻ ഏരിയയിൽ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. അതെൻ്റെ ഒരു സുഹൃത്താണ്.
വിനയൻ ബെനഡിക്റ്റ് എന്നാണ് ആശാൻ്റെ പേര്. അയാൾ ആലപ്പുഴക്കാരനാണ്. അക്കാലത്ത് തന്നെ 10 വർഷത്തോളമായിട്ട് താൻസാനിയയിലെ ദാരുസലാമിൽ ജീവിക്കുന്ന ഒരു മലയാളി. ദാരുസലാമിൽ ധാരാളം മലയാളികളുള്ളൊരു സ്ഥലമാണ്. വിനയൻ എനിക്ക് വേണ്ടി ഈ പറഞ്ഞ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഫെറിയിൽ നാളെ രാവിലെ പോകാനുള്ള ടിക്കറ്റെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത് വിനയൻ തന്നെയാണ്. കാരണം അവിടുന്ന് വേണം അത് ബുക്ക് ചെയ്യാൻ. ഞങ്ങൾ കുറേ നേരം അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. ഞാൻ മുറിയിൽ പോയി ലഗേജൊക്കെ വെച്ചിട്ട് തിരിച്ച് വീണ്ടും വിനയൻ്റെ കൂടെ വന്ന് രാത്രി ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. ഈ ദാരുസലാം നഗരത്തിൻ്റെ രാത്രി കാഴ്ചകളെല്ലാം പകർത്തിയെടുത്തു. പിന്നെ അന്ന് വിനയൻ യാത്രയായി. ഞാൻ മുറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഉണർന്നു. രാവിലെ 6 മണിക്ക് തന്നെ റെഡിയായി പുറത്തിറങ്ങി. 7 മണിക്കാണ് ഇവിടുന്ന് സാൻസിബാറിലേക്കുള്ള ബോട്ട് പുറപ്പെടുക. അപ്പോൾ ഇവിടുന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. വിനയൻ എന്നെ രാത്രി കാണിച്ചു തരുന്നത് ഇവിടെയാണ് ആ ഫെറി പുറപ്പെടുന്ന സ്ഥലം. അപ്പോൾ അങ്ങോട്ട് നടന്നാൽ ഒരു 1/2 കിലോമീറ്റർ നടന്നാൽ മതി എന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ബാഗൊക്കെ എടുത്ത് ചെക്കൗട്ട് ചെയ്ത് ഞാൻ അങ്ങോട്ട് നടന്ന് ഈ ഫെറി ടെർമിനലിൻ്റെ പുറത്ത് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഗേറ്റ് അടച്ചിട്ടിരിക്കുക. എന്ന് മാത്രമല്ല ഈ ഗേറ്റിന് പുറത്ത് ഒരു 100-300 ആളുകൾ ഇങ്ങനെ ഇടിച്ചു കൂടി നിൽക്കുകയാണ്. എനിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല എന്താ സംഭവം. ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. കുറച്ച് നേരം പുറത്ത് നിന്നു. അപ്പോൾ സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഫെറി പുറപ്പെടേണ്ട സമയമാകുകയാണ്. ഞാൻ അവിടെ നിന്ന് ഒരാളോട് ചോദിച്ചു, ഈ ഫെറി ടെർമിനലിനകത്തേക്ക് പോകാൻ ഇതേ ഉള്ളോ ഗേറ്റ്? അതെ ഇതേ ഗേറ്റുള്ളൂ. അവിടെ അവർ കയറ്റി വിടുമ്പോഴേ പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് അകത്ത് കയറണമല്ലോ, എൻ്റെ സമയം 7 മണിക്കാണ്. ഇവരൊക്കെ കയറാതെ എങ്ങനെയാണ് കയറുക എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ അയാളുടെ ഒരു സഹായത പറഞ്ഞു. പക്ഷേ ഞാനൊരു കാര്യം ചെയ്തു. ഈ മതിൽ ചേർന്ന് പയ്യെ ആളുകൾക്കിടയിലൂടെ നുഴഞ്ഞ് അകത്ത് കയറി ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പം ഒരു സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റിയോട് ഞാൻ പറഞ്ഞു എൻ്റെ ഫെറി 7 മണിക്കാണ്, ഞാൻ VIP പാസ്സുള്ള ആളാണ് എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് കാണിച്ചു. ഇത് കണ്ടതോടെ ഇയാളുടെ മട്ടും ഭാവമൊക്കെ മാറി. ഇയാൾ പറഞ്ഞു കയറിപ്പോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കയറ്റി വിട്ടു. അതായത് ഈ എക്കണോമിക്കാരെയാണ് ഈ ഇഴിച്ച് പുറത്ത് നിർത്തിയിരിക്കുന്നത്. അവരെ ഓരോരുത്തരുടെ പരിശോധിച്ച് പയ്യെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഈ കയറിപ്പോകാൻ എക്കണോമിക്കാർക്കും VIPക്കും ബിസിനസ് ക്ലാസ്സിനും ഒക്കെ ഒരേ ഗേറ്റേ ഉള്ളൂ. ഗേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ മതിലിൻ്റെ ഒരു കുഞ്ഞ് ഗേറ്റിനകത്തൂടെ അകത്തേക്ക് കയറ്റി വിടുന്നത്. ഞാൻ അകത്തേക്ക് ചെന്നു, ഈ ടിക്കറ്റ് കാണിച്ചു. അപ്പോഴൊക്കെ ഈ VIP പാസ്സുകാർക്ക് പ്രത്യേക പരിഗണനയാണ്. ഒരു ജോലിക്കാരൻ കൂടെ വന്ന് നമ്മളിരിക്കേണ്ട ബോട്ടിലേക്ക് കൊണ്ടുപോകുന്നു. കറ്റമരനാണ്, ഡബിൾ ഹള്ളുള്ള കറ്റമരൻ. അത് ജെറ്റ് എഞ്ചിനുകളാണ് അതിൻ്റെ പുറകിൽ, അല്ലാതെ വെറുതെ പ്രൊപ്പല്ലറുകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിന് മുകളിൽ കൂടെ പാഞ്ഞു പോകും. അത്തരം ഒരു ജലവാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഡെക്കിലാണ് എയർ കണ്ടീഷൻഡ് ഹാളാണ് VIPകൾക്കുള്ളത്. അതൊരു വിമാനത്തിനകത്തെ ഒരു ബിസിനസ് ക്ലാസ്സിൻ്റെ ഫെസിലിറ്റികളൊക്കെ ഉണ്ട്. നമ്മൾ ചെല്ലുമ്പോഴേ കുടിക്കാനുള്ള ഡ്രിങ്ക്സ് ജ്യൂസ് തരും. യാത്രക്കിടയ്ക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യും. അതിൻ്റെ മുമ്പിലൊരു ഓപ്പൺ ഡെക്കുണ്ട്, അവിടെ വന്നാൽ ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ അകത്ത് കയറിയിരുന്നു. ഏതാണ്ട് കൃത്യം 7 മണി ആയപ്പോഴത്തേക്കും ബോട്ട് അനൗൺസ്മെൻറ്റ് വന്നു. ടെലിവിഷനുണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, സേഫ്റ്റി ഡെമോൺസ്ട്രേഷനൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ബോട്ട് പുറപ്പെടുമ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിന്ന് കാണുമ്പോൾ ഈ ഡൗൺ ഏരിയ, സെൻട്രൽ ബിസിനസ് CBD എന്ന് പറയുന്ന സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്, അതായത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൊമേഴ്ഷ്യൽ ക്യാപിറ്റലാണ് ഈ ദാറുസലാം. ഈ രാജ്യത്തിൻ്റെ മാത്രമല്ല, ഇതിൻ്റെ സമീപത്തുള്ള ലാൻഡ് ലോക്ക്ഡായ പല രാജ്യത്തേക്കുള്ള ചരക്കുകളെല്ലാം വന്നിറങ്ങുന്നത് ഈ തുറമുഖത്താണ്. അതുകൊണ്ട് തന്നെ ഈ കടലുള്ളിലേക്ക് കയറി കിടക്കുന്ന ഒരു ഭാഗത്താണ് ഈ തുറമുഖം. അപ്പോൾ ഈ ഉൾക്കടലിലൂടെ നമ്മൾ കുറേ ദൂരം ഓടി വേണം പുറംകടലിലേക്ക് എത്താൻ. ആ പോകുന്ന വഴിക്ക് 2 വശത്തും കപ്പലുകൾ വന്ന് കിടക്കുന്ന കാണാം. നമ്മുടെ റുവാണ്ട ഒക്കെ പോലുള്ള പല രാജ്യങ്ങളിലേക്കുള്ള വാഹനങ്ങൾ, ഓട്ടോമൊബൈൽസ് വരെ കൊണ്ടുവരുന്ന കപ്പലുകളിലാണ്. കാരണം അവർക്കൊന്നും തുറമുഖമില്ല. അതെല്ലാം കൊണ്ടുവരുന്ന ഗ്രാൻഡ് ഹീറോ എന്ന് പറഞ്ഞ വമ്പനൊരു കപ്പൽ, അത് തുറമുഖത്തേക്ക് കയറി വരുന്ന കാഴ്ച രസകരമാണ്. അവന് വഴിതെറ്റി പോകാതിരിക്കാൻ 2 സൈഡിലും ടഗ് ബോട്ടുകൾ ഇങ്ങനെ തള്ളിക്കൊണ്ടാണ് അവനെ വരുന്നത്. ചെറിയ ടഗ് ബോട്ടുകൾ കൂറ്റൻ കപ്പലിനെ ഇങ്ങനെ തള്ളിക്കൊണ്ട് വരുന്ന കാഴ്ചയൊക്കെ കാണാം. അതിനകത്ത് മുഴുവൻ നിറയെ ഓട്ടോമൊബൈൽസാണ്, കാറുകളും മറ്റു വാഹനങ്ങളും ഒക്കെയാണ്. അതിങ്ങനെ തീരത്തോടെ എടുക്കുന്നു. ഒരു ഭാഗത്തെത്തുമ്പോൾ നിരവധി ബോട്ടുകൾ നിരന്ന് കിടക്കുന്നു. ഒരു കാലത്ത് ഈ സാൻസിബാറിലേക്ക് ഇത്തരം സാധാരണ ബോട്ടുകളിലാണ് മണിക്കൂറുകൾ നീണ്ട യാത്രക്കിടയിലാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ പുറംകടലിലേക്ക് ഇറങ്ങുകയാണ്. പുറംകടലിലേക്ക് ഇറങ്ങുന്നതോടുകൂടി ഈ ബോട്ടിൻ്റെ സ്വഭാവം മാറുകയാണ്. ഇവൻ പിന്നെ ഗിയറൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഒരു പറക്കലാണ്, വെള്ളത്തിന് മുകളിലൂടെ പറക്കുകയാണ്. ഇനി ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് നമ്മൾ സാൻസിബാറിലെത്തും. അത്ഭുതങ്ങൾ കാത്തു വെച്ചിരിക്കുന്ന സാൻസിബാറിലാണ് ഇനിയത്തെ കാഴ്ചകൾ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.